ടു അവർ യൂട്യൂബ് ചാനൽ. അതെ, എപ്പോഴും വിചാരിക്കും ഈ സംഭവം ഒഴിവാക്കണം, ഇങ്ങനെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പറയുന്നതൊക്കെ. പക്ഷെ എന്താണെന്ന് അറിയില്ല, അങ്ങനെ വന്നു പോകും. എനിക്കും അങ്ങനെ വന്നു പോകും. ഞാൻ ചില സമയത്ത് അത് വിട്ടും പോകും. പിന്നെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കാര്യമാണ്. കുറെ നാളായിട്ട് ബിന്നി വിചാരിക്കുമായിരുന്നു ഇവൾക്ക് നോമ്പെടുക്കണം. അപ്പൊ ഇപ്പൊ നോമ്പ് കാലമൊക്കെ ആയ കാരണം അവള് വിചാരിച്ചു മതി. അതൊന്നും അല്ല ഗൈസ്, നിങ്ങൾ ഒരുപാട് പേര് വന്ന് ഞങ്ങളുടെ വീഡിയോസിന് താഴെ കമന്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ, വേറെ ജോലിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട്. അതെ. അപ്പം കുറെ പേര് അവിടുന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടുമ്പോഴും ഡ്രസ്സിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, ഇഷ്ടപ്പെട്ടു നൂബിചാന്റെ കുക്കിംഗ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനോടൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ കമന്റ്സ് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ നോക്കാം. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. കുക്കിംഗ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക. ബോയ്സിനോടുള്ളതാണ്. അതെ, എത്ര യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടാലും നിങ്ങൾ കുക്കിംഗ് പഠിക്കണം, പ്രാക്ടിക്കൽ. ഞാൻ അങ്ങനെ പഠിച്ചത്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കുക്കിംഗ് പഠിക്കും. അതെ, കാരണം സാഹചര്യം നമ്മളെ സമ്മർദ്ദത്തിലാക്കും ഗൈസ്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് റീസെന്റ് ചെയ്ത കുക്കിംഗ് വീഡിയോയിൽ നമ്മുടെ ചിക്കൻ സ്പെഷ്യൽ ഹോട്ട് ആൻഡ് സോഫ്റ്റ് സൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ചിക്കൻ്റെ. അപ്പൊ അതിന്റെ താഴത്തെ കമന്റ്സ് വെച്ച് നമുക്ക് തുടങ്ങാം. സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് പറയുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമോ? സ്കിൻ കെയർ റുട്ടീൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമുക്ക് മോർണിംഗ് റുട്ടീൻ ഉണ്ട്, പിന്നെ നൈറ്റ് റുട്ടീൻ ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് അതൊന്നുമല്ല, വർക്ക് കുറഞ്ഞപ്പോഴത്തേക്കും സാധനം മേടിക്കൽ കുറഞ്ഞു. അതൊന്നും അല്ല, അങ്ങനെയൊന്നും നമ്മൾ തളരാൻ പാടില്ല. അപ്പം കുറച്ച് പ്രോഡക്ട്സ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ അപ്ഗ്രേഡ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. കാരണം കുറേ പേര് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് അവർ യൂസ് ചെയ്തിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തു. നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പ്രോഡക്ട്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത 1-2 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അതിൽ ഇന്ന് നമുക്കിപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്കൽ ക്രീം, ന്യൂട്രിഡെർമിന്റെ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം. കുറച്ച് നാളായി, ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പറഞ്ഞുതരാം. ന്യൂട്രിഡെർമിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് മോയ്സ്ചറൈസിങ് ലോഷനാണ് ഇത്. ന്യൂട്രിഡെർമിന്റെ മോയ്സ്ചറൈസർ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാണ്, വേറെ ഒന്നുമല്ല. ഗ്ലോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടും. ഇത് നോൺ ഗ്രീസി ആണ് കേട്ടോ, അത്ര പെട്ടെന്ന് അബ്സോർബ് ആവും, ഇട്ട് കഴിഞ്ഞാൽ തന്നെ അബ്സോർബ് ആവും. അതേപോലെ കുറേ നേരം ഹൈഡ്രേഷൻ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. നൂബിനും ഞാനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രണ്ടുപേരുടെയും സ്കിന്ന് വന്നിട്ട് ഡിഫറെൻ്റ് ആണ്, എങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും ആപ്റ്റ് ആണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും, കോമ്പിനേഷൻ സ്കിന്നുകാർക്കും, ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാവർക്കും ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ട് ഞാൻ മോയ്സ്ചറൈസർ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം പെട്ടെന്ന് അബ്സോർബായി, ഞാൻ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അബ്സോർബായി നിങ്ങൾക്ക് ഒരു ഗ്ലോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ബിഫോർ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ. അപ്പം നിങ്ങളിത് വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, താങ്ക് മീ ലേറ്റർ. പിന്നെ ബാക്കി കമൻസിലേക്ക് നമുക്ക് പോകാം. നിനക്ക് എന്ത് തോന്നി? നല്ല സന്തോഷം തോന്നി. അടിച്ചു മാറ്റിയോണ്ടായിരിക്കും, കാശ് മുടക്കില്ലല്ലോ. അല്ലാണ്ട് എന്ത് തോന്നി? അല്ലാതെ എന്റെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സെറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾമാർ എന്നോട് ചോദിച്ചു എനിക്ക് ഭയങ്കര ഗ്ലോ കൂടിയെന്ന്, അതെന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജന്മനാ സൗന്ദര്യം ഉള്ളതാണല്ലോ. അത് പെമ്പിള്ളാര് ചോദിച്ചോണ്ടാ അത് പറഞ്ഞ കേട്ടോ. അല്ലാതെ എനിക്ക് ജന്മനാ സൗന്ദര്യം ഇല്ലേ? ഉണ്ട്. എങ്കിലും ഇത് യൂസ് ചെയ്തപ്പോ ഒരു ഗ്ലോ വന്നില്ലേ? അത് വന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഡയറക്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ മിക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോ ഉണ്ട്, പക്ഷെ ഇതിനും അതുപോലെ ഒരു ഗ്ലോ ഉണ്ട്. ആ ഗ്ലോ സ്റ്റേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പം എന്താ പറയുക, അധികം പാടുകളൊന്നും ഇല്ലാത്ത മുഖമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോയി സ്കിന്ന് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടാവും ഫേസ്. പിന്നെ ഇതിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ UV റേസിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമല്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് ഗ്ലോ തരുന്ന ഒരു യൂഷ്വൽ മോയ്സ്ചറൈസർ അല്ല.
നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, ഗ്ലോ തരും, അതിനോടൊപ്പം UV റേസിന് പ്രൊട്ടക്ഷനും തരും. അപ്പം മോയ്സ്ചറൈസറിന് ഗ്ലോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ബാക്കിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കണമല്ലോ. കാരണം എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് നമ്മുടെ ബോഡീനെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ഒരു രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് ഈ ഗ്ലോ തരുന്ന എന്ത് സാധനമാണ് അല്ലേ, ഇതിൽ കൂടുതലും ഉള്ളത് വൈറ്റമിൻ ഇയും റൈസ് പൗഡർ ആൻഡ് PCA, സോഡിയം PCA എന്നൊക്കെ പറഞ്ഞ കണ്ടന്റ് ആണുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക, ആ ഹൈഡ്രേഷൻ നിലനിർത്തുക എന്നുള്ള സംഭവമാണ് ഈ കണ്ടന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതെല്ലാം റീഡ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം അത് ശരിക്കും അതിൻ്റെ പറയുന്ന പോലെ തന്നെ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലോ നമുക്ക് ശരിക്കും വിസിബിൾ ആയിട്ട്. മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. So you can purchase this product from Nutriderm India's official website and Iberia Skin Brands. കൂടാതെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആൻഡ് പിൻ കമൻറ്റ്സ് ആയിട്ടും ആഡ് ചെയ്തേക്കാം. ഒരു നേഹ എന്ന് പറഞ്ഞു വെച്ച് ഹെയർ ടിപ്സ് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹെയർ ടിപ്സ് വീഡിയോ എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും നല്ല മുടി, നല്ല സിൽക്കി ഹെയർ, മറ്റേ പക്ഷെ ഗായ് സത്യം പറഞ്ഞ മുടി ഇല്ല. അല്ല, അത് സത്യാവസ്ഥയാണ്. അതല്ല, സിൽക്കി ഹെയർ നമ്മൾ ഷാമ്പൂവിൻ്റെ ഒക്കെ പരസ്യത്തിൽ വരുന്ന പോലെ ഇരിക്കും. ട്രീറ്റഡ് ഹെയർ പോലെ സ്ട്രെയിറ്റൻ ചെയ്താണോ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, എൻ്റെ മുടി നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്കിഷ്ടമില്ല, കമ്പി മുടി എന്നൊക്കെ പറയും. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത പോലെ ഇങ്ങനെ വടി പോലെ ഇരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എൻ്റെ മുടി ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. എനിക്ക് കുറച്ച് വേവി, നമ്മുടെ കേരളീയ തനിമയുള്ള കുറച്ച് ചുരുണ്ട മുടിയൊക്കെ, ഒത്തിരി ചുരുണ്ടല്ല, ഇച്ചിരി ചുരുണ്ട വേവി ആയിട്ടുള്ള ഹെയർ എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ മുടി എന്ത് ചെയ്യാനാ, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ചോദിക്കും ട്രീറ്റഡ് ഹെയർ ആണോ എന്ന്. പക്ഷെ അല്ല. പക്ഷെ ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും നോക്കത്തില്ല, കുളിക്കാറ് പോലും ഇല്ല. അതെ, സത്യം പറഞ്ഞാൽ കുളിക്കാറോ ആ ആൾക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതെ, പക്ഷെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ ചെയ്തു. എനിക്കറിയാം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ അടിച്ചു വാരിച്ചു തൂത്തിടുമ്പോഴത്തേക്കും വീണ്ടും മുടിയിൽ ഇങ്ങനെ ചുരുട്ടി മൊത്തം മുടി നിലത്തേക്ക് ഇടും. അത് ചെയ്യാനുണ്ടോ? അപ്പൊ നൂവിൻ ഇടി എന്ന് പറഞ്ഞ് ചൂലെടുത്ത് അടിക്കാൻ വരും, ഞാൻ ഓടും. അവല്ലെങ്കിൽ അവിടുന്ന് പെറുക്കി കൊണ്ട് വേസ്റ്റ് ബിന്നിടും. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യം. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല, ചെയ്ത് തുടങ്ങണം. കുറേ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് കെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യം, മുടി കോംബ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ പിടിച്ചിട്ട് താഴേന്ന് ഇങ്ങനെ കോംബ് ചെയ്യും, എന്നിട്ട് കുറച്ചുകൂടെ മുകളിൽ പിടിച്ചിട്ട് വീണ്ടും കോംബ് ചെയ്യും. അങ്ങനെയാണ് മുകളിലേക്ക് വരിക. അപ്പം ഒത്തിരി മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കും. അത് ഈസി ആയിട്ട് നമുക്ക് ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഉടക്കൊക്കെ മാറ്റി നേരെയാക്കാൻ പറ്റും. ആ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏകദേശം ഒരു 3 മാസം 4 മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 6 മാസം അതിനുള്ളിൽ മുടിയുടെ തുമ്പ് കട്ട് ചെയ്ത് വിടും, സ്പ്ലിറ്റൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ. അത് കുറച്ച് ഹെൽപ്പ് ചെയ്യും നീളം വയ്ക്കാൻ. മുടി സ്പ്ലിറ്റൻസ് അധികം ഒഴിവായി കുറച്ച് നീളം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ചിലപ്പം വല്ല എണ്ണയും തേച്ചു. അപ്പോൾ അടുത്ത കമൻറ്റ്സ് നോക്കാം. ഡ്രസ് കണക്ഷൻ കാണിക്കണേ. അത് ഞാൻ ഇനി വേറൊരു എപ്പിസോഡിൽ പുതിയ ഡ്രസ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. ഓൾറെഡി അത് കാണിച്ചില്ല ഓൾറെഡി നീ? രണ്ടവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കാണിക്കണമെങ്കിൽ ഞാൻ പുതിയ സെറ്റുമായിട്ട് വരുന്നതായിരിക്കും. ദേവ വിശ്വ വന്നില്ലേ എന്ന്? അവന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, ഞാൻ ഇറക്കി വിട്ട്. ഒരു മണി എടുക്കാതെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും. അതെ, പാവം പണിയെടുക്കുന്ന രൂപനെയും കൂടെ വഷളാക്കി. ഹൈറ്റ് കുറഞ്ഞ ഗേൾസ് അല്ലേ ക്യൂട്ട്? ഇതിനെ ഹൈറ്റ് പറയും, എന്നിട്ട് ഇത് ക്യൂട്ടാണോ? ആര് പറഞ്ഞു ഇത് ക്യൂട്ടാന്ന്? ഞാൻ പറഞ്ഞു. നീ പറഞ്ഞിട്ട് കാര്യം കമന്റ് ഇട്ടിരിക്കുന്നു, പേര് വായിക്കും അങ്ങോട്ട്. എന്താ പേര് വായിക്കേ? ഹൈറ്റ് കുറഞ്ഞ എന്ത് നീ വായിച്ചേ? എന്തേ? ഹൈറ്റ് കുറഞ്ഞ ഗേൾസ് അല്ലേ ക്യൂട്ട്. സിയോൺ ടൈംസ് ആണ് കറക്റ്റാ. സിയോൺ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അടുത്തത് ഇനി അടുത്തെന്താ? ഓക്കെ, പിന്നെന്താ? ഹായ് ഗീതു, നൂബിൻ രണ്ടുപേരും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരെയും കാണാൻ താല്പര്യമുണ്ടെന്ന്. കളർ ചെയ്ത കാര്യം ഞാൻ റൂട്ട് ടച്ചപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ, കളറായിട്ട് ചെയ്യില്ല. പിന്നെ അടുത്ത വായിക്കും. ഇത് അടുത്താണ് ഇതൊക്കെ വായിക്കും. ഗീതു നല്ല സുന്ദരി കുട്ടിയാണ്, അതൊക്കെ വായിക്കും. ഗായ്സ്, നിങ്ങൾ ഇവിടെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഈ മേക്കപ്പ് കളഞ്ഞിട്ട് ഞാൻ കാണുന്നതാണ്. മേക്കപ്പ് കളഞ്ഞിട്ട് തന്നെ ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. വെറുതെയാണ് അതൊക്കെ വേണ്ടത്. കണ്ണിൽ ഇത് ലിപ്സ്റ്റിക് ആ സാധനം എല്ലാം വാരി തൂത്തിട്ടാണ്. നിങ്ങൾ രണ്ടുപേരെയും കാണാൻ താല്പര്യമുണ്ടെന്ന്. എന്നെ ആയിരിക്കും കാണാൻ താല്പര്യം. നീ രണ്ടുപേരാണോ?
യെസ്, നിന്നെ ചിലപ്പോ നേരിട്ട് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അത് ശരിയാ, മേക്കപ്പ് കാരണം സ്വാഭാവികമായിട്ടും അത് ശരിയാ, മനസ്സിലാവില്ല. അത് ശരിയാ. മേക്കപ്പ് അത്രയും ഇല്ലാതെ മുമ്പിന്റെ അത്രയും ഗ്ലാമർ ഓഫ് എനിക്കില്ലല്ലോ. കോഴ്സ്. മതി, സന്തോഷമായല്ലോ. യെസ്, സന്തോഷായി. അത് മതി. അപ്പം ഞങ്ങളെ നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർ നേരെ ട്രിവാൻഡ്രം വരിക. ട്രിവാൻഡ്രം ഉള്ളൂര് അല്ലേ, പൂങ്ങമ്മൂട്, ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. എന്നിട്ട് ബിന്നിയുടെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ മതി. ബിന്നിയുടെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ അറിയില്ല. ഭ്രാന്തിയുടെ വീട് എവിടെയാന്ന് ചോദിക്കണം. നമ്മുടെ ബാക്കി കമൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. കുറച്ച് തിരക്കായിപ്പോയി, കുറേ അധികം കമൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് എല്ലാത്തിനും റിപ്ലൈ തരണമെന്ന് ഓർത്തിട്ട് വിചാരിച്ചിട്ട് ഇരുന്നതായിരുന്നു. അപ്പം സമയം കിട്ടത്തില്ല. ഇനി അടുത്ത തന്നെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവർക്കും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.